കേരളത്തിലെ ഓരോ ചെറുപ്പക്കാർക്കും ഇറങ്ങി അവനവന്റെ വരുമാനം നന്നായി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലയാണ് മത്സ്യകൃഷി മേഖല, പ്രത്യേകിച്ചും കരിമീൻ. തീർച്ചയായിട്ടും കരിമീൻ കൃഷി. നമസ്കാരം, ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ സ്വന്തം കരിമീൻ 9 ഏക്കറിൽ കൃഷി ചെയ്ത് മാസം ലക്ഷങ്ങൾ വരുമാനം നേടുന്ന ആലപ്പുഴ തൃക്കുന്നപ്പുഴ ഫക്രുദ്ദീൻ അലിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കരിമീൻ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കരിമീനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയണം അതെല്ലാം നമുക്ക് ഫക്രുദ്ദീൻ അലിയിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. എത്ര നാളായി സാറേ കൃഷി തുടങ്ങിയിട്ട്? ഒരു 25-30 വർഷത്തിനടുത്താകുന്നു. 30 വർഷം മത്സ്യകൃഷി തുടങ്ങി. ഈ കരിമീൻ കൃഷി കരിമീൻ ആയിരുന്നില്ല തുടക്കത്തിൽ. ഒരു 25 വർഷത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് മുഷി വളർത്തുന്നൊരു കാലം, ഭയങ്കരമായിട്ട് ആളുകൾ മുഷി, ഇന്നിപ്പോ ഇത് നിരോധിച്ച മത്സ്യമാണ്, പക്ഷെ അന്ന് ഈ മുഷിയായിരുന്നു വളർത്തിക്കൊണ്ടത്. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ യാദൃച്ഛികമായിട്ട് പോകുമ്പോൾ ഈ മുഷി ഭയങ്കരമായിട്ട് നല്ല രസം, ഇതിങ്ങനെ പിരമിഡ് പോലെ കയറി വരുത്തിയിട്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഒരു കൃഷിയിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ വീടിന്റെ വാതുക്കൽ ഒരു കുളം ഉണ്ടായിരുന്നു, 10 സെന്റോളം ഉള്ള. അവിടെയാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ ഈ 10 സെന്റിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും കരിമീൻ. അതെ 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 അതെ. ഇപ്പൊ സാറേ എത്ര? ഇപ്പൊ ഏകദേശം ഒരു 9-9.5 ഏക്കറിലോളം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. 9.5 ഏക്കർ കൃഷി സ്വന്തമായിട്ട്? അതെ 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 അതെ. എല്ലാം ഈ കരിമീൻ വളർത്തലിൽ നിന്ന്? അത് തീർച്ചയായിട്ടും ഈ കൃഷിയിൽ നിന്ന് മാത്രം ലഭിച്ച വരുമാനമാണ്. ഞാൻ അത്യാവശ്യം പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ആളാണ്, അതുപോലെ തന്നെ പല സംരംഭങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് ഈ എനിക്കുണ്ടായ വരുമാനം മുഴുവൻ ഒരു പൈസ ഇല്ലാതെ അത് ഈ കൃഷിയിൽ നിന്ന് മാത്രം. മാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ വേരിയബിൾ ആയിട്ടാണ് വരുന്നത്. ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന മാസങ്ങളുണ്ട്. ഇല്ലേ? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഈ കരിമീൻ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആളുകൾ, പക്ഷെ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. അപ്പൊ ഈ കരിമീൻ കൃഷി അവർ ചെയ്യത്തക്ക രീതിയിലൊന്ന് പാകപ്പെടുത്തി അതിന്റെ A to Z കാര്യങ്ങൾ. അതില് കൃഷി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു ഫീൽഡ്, ഒരു അനിശ്ചിതത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മലയാളിക്ക് ഏറ്റെടുക്കാൻ വലിയ വൈമുഖ്യമാണ് കൃഷി ഏറ്റെടുക്കാൻ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാത്തിരിപ്പ് കൃഷിയിലുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും, ഒരു വാഴ ചെയ്താൽ, നെല്ല് ചെയ്താൽ ഏറ്റവും പരിമിതമായ സമയം മതി. ഇനി ഒരു പച്ചമുളക് ചെയ്താൽ പോലും കാലാവസ്ഥയിൽ വ്യതിയാനം വരാം, അതല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാം. ഇതൊക്കെ കൊണ്ട് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് മലയാളി എന്ത് ചെയ്യും? അതങ്ങ് ഉപേക്ഷിച്ചു. അത് തീർച്ചയായിട്ടും മാറും. എന്റെ ഒരു ജീവിതാനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ ചെറുപ്പക്കാർക്കും ഇറങ്ങി അവനവന്റെ വരുമാനം നന്നായി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലയാണ് മത്സ്യകൃഷി മേഖല, പ്രത്യേകിച്ചും കരിമീൻ. തീർച്ചയായിട്ടും കരിമീൻ കൃഷി. സാർ ഇപ്പൊ ചെയ്യുന്നത് നാച്ചുറൽ വേയിലാണോ അതോ പടുതാക്കുളത്തിലാണോ അതോ ടാങ്ക് എങ്ങനെയാണ്? അതെ, കരിമീൻ കൃഷി എന്നുള്ളത് ഏത് കൃഷിയെ കുറിച്ച് നമുക്ക് പൊതുവായി പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ 44 നദികളുണ്ട്. ജലാശയങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതായത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു മാന്യമായ പോർഷന് ജോലി കൊടുക്കാനും നമ്മുടെ നാടിന്റെ സമ്പത്തും ആസ്തിയും വർദ്ധിപ്പിക്കാനും പറ്റുന്ന ഏറ്റവും വലിയൊരു വിഭവമാണ് നമ്മുടെ ജലാശയം. അതിനെ പക്ഷെ ആസൂത്രിതമായി നടപ്പാക്കാനും അതിനെ മോണിറ്റർ ചെയ്യാനും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളും സാമൂഹിക സംവിധാനങ്ങളും പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വിദേശ രാജ്യത്തെയും മലയാളി ആശ്രയിക്കാതെ അവര് വരുമാനം കണ്ടെത്താൻ പറ്റും. തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. അതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി എങ്ങനെ ചെയ്യണം, അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു അവഗാഹം ഉണ്ടാവും. അതുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി വിജയിപ്പിക്കാൻ പറ്റും. ഈ കരിമീൻ ടീച്ചർ ചോദിച്ച ചോദ്യം,
കരിമീൻ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കൃഷി ചെയ്യാൻ മുന്നിലേക്ക് വരുന്ന ഒരാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത് നമ്മുടെ കേരളീയരുടെ മനസ്സിൽ, അല്ല കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വികാരമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒന്ന്, കൃഷി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ജനിതകമായ ഒരു പ്രത്യേകത ഇതിനുണ്ട്, ഇതിനൊരു താല്പര്യമാണ്. അതല്ലാതെ ഫക്രുദ്ദീന് 10 സെന്റിൽ തുടങ്ങി 9 ഏക്കറിൽ എത്തി നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു മഹാസംഭവമായിട്ട് കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും ആകാൻ പറ്റും എന്ന തരത്തിൽ വന്നിട്ട് കാര്യമില്ല. ഇതിൽ പണിയെടുക്കണം. അതിപ്പോ ഏത് ഫീൽഡിലായാലും താല്പര്യമാണ്. അതെ അതെ അതെ. അപ്പൊ ഇത് പണിയെടുക്കണം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കൃഷിയിൽ ഒന്നാമതായിട്ട് നമ്മൾ പോണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു കുളം കണ്ടെത്തുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് പടുതാക്കുളത്തെ കുറിച്ച് വേറെ ചർച്ച ചെയ്യാം. ഉദാഹരണത്തിന് 10 സെന്റ് പോണ്ട്, ഒരു സ്വാഭാവിക കുളം, നാച്ചുറൽ പോണ്ട്. ആ 10 സെന്റ് പോണ്ട് ചെളിയും മറ്റും ഒഴിവാക്കി പോണ്ട് ക്ലീൻ ചെയ്ത് വരുന്നതിന് മിനിമം 75,000 രൂപ ചെലവ്. 10 സെന്റ് ചെളി ഉൾപ്പെടെ അടിക്കുന്ന ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസത്തെ ക്ലീനിങ് മോട്ടർ ഉപയോഗിച്ച് വേണ്ടി വരും. അതിന് തന്നെ കുറഞ്ഞ ഒരു 40,000 രൂപയോളം ചെലവ് വരും. പിന്നെ അതിന്റെ മാടിയും സൈഡും ഒക്കെ ഒരിക്കലും അതിന് ബേഡ് ഫെൻസിങ് നെറ്റ് അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 75 രൂപ ചെലവാകും. അതിനകത്തേക്ക് കരിമീനാണെങ്കിൽ നമുക്ക് 10 സെന്റിൽ പരമാവധി 2000 കരിമീൻ ഇടാൻ നമുക്ക് 2000 കരിമീൻ. ഒരു സെന്റിൽ 200 ആണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് 150 ചെയ്യാം. 150 ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്രോത്ത് റേറ്റ് കൂടും. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ട് കുളം ഇല്ലാത്തവർക്ക് മറ്റെന്ത് നാച്ചുറൽ അല്ലാത്തവർ ഇപ്പൊ കരിമീൻ ഒരു ഷൈ ഫിഷാണ്. കരിമീൻ മറ്റു മത്സ്യങ്ങളെ പോലെയല്ല നാടൻ കുടുങ്ങിയ ഒരു മത്സ്യമാണ്. നമ്മൾ തീറ്റ കൊടുത്താൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് തീറ്റ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും, വൈമുഖ്യം കാണിക്കും. മറിച്ച് നമ്മൾ മാറി എന്നാൽ വളരെ വേഗം വന്ന് തീറ്റയെടുക്കും. അപ്പോൾ ഒരു കൃത്രിമ പോണ്ടിലേക്ക് വളർത്തുമ്പോൾ നമ്മളുടെ ഒരു സാന്നിധ്യം, ആഴക്കുറവ്, മത്സ്യത്തിന് വളരെ എളുപ്പം നമ്മളെ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്ര ഒരു സക്സസ് ആയ ഒരു കാര്യം. ചില ആൾ പറയാറുണ്ട് 5 സെന്റിന്റെ പടുതാക്കുളത്തിൽ നിന്നും 5 ലക്ഷം രൂപ ഒക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാം, ആഴം കൂടുതൽ വേണം. ഒരു 3.5 അടിക്ക് മുകളിൽ 5 അടി വരെ ആഴമുള്ള ഒരു നമ്മള് പടുതാക്കുളത്തിലോ ടാങ്കിലോ ഒക്കെ ആണെങ്കിൽ, അതായത് ഒരു 1.25 മീറ്ററിന് മുകളിൽ ആഴമുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് എവിടെയും, നിങ്ങളുടെ അടുക്കളക്കകത്ത് വരെ എന്ത് വളർത്താൻ പറ്റും? കരിമീൻ വളർത്താൻ പറ്റും. തിരുവനന്തപുരം പോലത്തെ ഒരു സിറ്റിയിൽ ഒരാൾക്ക് കരിമീൻ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. എന്നാൽ അയാളുടെ ആഗ്രഹം എന്നത് അതാണ് ഞാൻ പറയാം, ഉറപ്പായി നടപ്പാക്കണം. ഒരു ഡിറ്റർമിനേഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് അവിടെ വളർത്താൻ പറ്റും. നിങ്ങൾക്ക് ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ടെങ്കിൽ 1000 ലിറ്ററിന്റെ ടാങ്ക് 1 മീറ്ററിന് മുകളിൽ ആണെങ്കിൽ അതിനകത്ത് ഞാൻ 20 കരിമീൻ വളർത്തും. 50 ലിറ്റർ വെള്ളത്തിന് ഒരു മത്സ്യം, അതാണ് നമ്മുടെ കണക്ക്. എന്നാൽ ബയോഫ്ലോക്ക് പോലുള്ള സംവിധാനത്തിൽ 5 ലിറ്ററിൽ ഒരു മത്സ്യത്തേക്ക് വളർത്തുന്നുണ്ട്, ഹൈ ഡെൻസിറ്റി വളർത്തുന്നുണ്ട്. നമ്മളെ വിളിക്കുന്നവരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യരുതും, അങ്ങനെ ചെയ്യരുതും. അല്ല, അങ്ങനെ ചെയ്താൽ വലിപ്പം കുറയുമല്ലോ. അതെ അതെ അതെ. കരിമീന് ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഉപ്പ് രസമുള്ള വെള്ളത്തിലും ഒക്കെ വളരുമെന്ന് പറയുന്നത്, ഇതിലെ വസ്തുത എന്താണ്? എന്റേത് ഉപ്പുവെള്ളമാണല്ലോ, ഇത് വളർത്താൻ പറ്റുമോ? എന്റേത് ശുദ്ധജലമാണോ, ഇത് വളർത്താൻ പറ്റുമോ? ഇതാണ് ആശങ്ക. കരിമീന്റെ പ്രത്യേകത ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരേപോലെ വളരുന്ന മത്സ്യമാണ്. ഒരേപോലെ വളരുന്ന മത്സ്യമാണ്. ഇത് തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ശുദ്ധജലത്തിൽ വളരുന്ന കരിമീന് വലിപ്പം കൂടുതലായിരിക്കും. അത് ഉപ്പുവെള്ളത്തിൽ വളരുന്ന മത്സ്യത്തിന് വലിപ്പം കുറവായിരിക്കും, പക്ഷെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ടേസ്റ്റ് കൂടിയ കരിമീൻ വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉപ്പുവെള്ളത്തിൽ വളർത്തുക. ഇനി അതല്ല, നിങ്ങൾക്ക് വലിയ മത്സ്യങ്ങളാണ് ഉണ്ടാവേണ്ടതെങ്കിൽ നിങ്ങൾ ശുദ്ധജലത്തിൽ വളർത്തുക. സാറേ, ഈ ഉപ്പുവെള്ളത്തിലാണ് കരിമീന് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമുക്ക് ശുദ്ധജലം മാത്രമേ ഉള്ളൂ, അതിനെ ഉപ്പുരസം ഉള്ളതാക്കാൻ വല്ല സംവിധാനം? 22ഓളം കണ്ടന്റുകൾ ഉപ്പ് വെള്ളത്തിൽ. നമ്മൾ ഉപ്പെന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ആണ്. അതിനകത്തുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ സോഡിയവും ക്ലോറിനും മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം വരും. എന്നാലും ഉപ്പ് നന്നായിട്ട് ലഭിക്കും. മീന് മറ്റ് ചെറിയ ചെറിയ ഫംഗൽ ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പ് പോണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ശുദ്ധജലത്തിൽ കല്ലുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം വരും. അത് നമുക്ക് ഇപ്പോൾ ഒരു വലിയ വിശാലമായ ശുദ്ധജല പോണ്ടാണ്, നമുക്കൊരു 10 സെന്റ് ശുദ്ധജല പോണ്ടാണ്, അതിനെ ഉപ്പ് ജലമാക്കി മാറ്റുക അസാധ്യമായ. ഞാനത് ചോദിച്ചാൽ നമ്മുടെ വീട്ടാവശ്യം ഈ വിഷം കലർന്ന മത്സ്യം മാറ്റാമല്ലോ. അതെ, തീർച്ചയായിട്ടും മാറ്റാം. കരിമീൻ കൃഷിയിൽ അനിശ്ചിതത്വം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് സാറേ ഈ കരിമീൻ കൃഷി അങ്ങനെ പറയാനുണ്ടായ കാര്യം? ശരിക്കും പറയാം, മറ്റു കൃഷികളിൽ നിന്നും വളരെ കുറവാണ് മത്സ്യകൃഷിയിലെ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അതിൽ തന്നെ കരിമീൻ കൃഷിയിൽ ശരിക്കും പറഞ്ഞാൽ ആകെ ഉണ്ടാവാൻ സാധ്യതയുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ചെറിയ സംവിധാനങ്ങളിൽ വളർത്തുന്നവരാണെങ്കിൽ ശക്തമായ മഴ ഒരു പ്രശ്നമാണ്. അത് pH വ്യത്യാസം ഉണ്ടാക്കാനുള്ള സാധ്യത കുറയും. ഇനി ചെറിയ പടുതാക്കുളങ്ങളിലാണെങ്കിൽ ഉള്ള അനിശ്ചിതത്വം എന്ന് പറയുന്നത് നമ്മൾ അമിതമായ തീറ്റ കൊടുക്കുന്നത് കൊണ്ടാണ്
ഈ തീറ്റയുടെ അളവ് എത്രയാണെന്ന് അറിയത്തില്ല ആളുകൾ. കൂടുതൽ പെട്ടെന്ന് വളർത്താൻ നമ്മുടെ വീട്ടിലൊരു ചെറിയ പടുതാക്കുളമുണ്ട്. അപ്പൊ നമ്മള് മീൻ കൃഷി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നടത്താൻ പറ്റാത്ത സ്ഥലമായിരിക്കും, കാരണം സ്ഥലമില്ല. വളരെ ചെറിയൊരു സംവിധാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് കാഴ്ചയ്ക്ക് ആളുകൾ വരും. വരുമ്പോഴെല്ലാം എന്ത് ചെയ്യും, ഇത് കാണിക്കാൻ വേണ്ടി. ഇത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ വിശപ്പടങ്ങിയാലും ഭക്ഷണം കഴിക്കുന്ന ജീവി. മനുഷ്യന്റെ ഒരു പ്രത്യേകത, നമ്മൾ വയറ് നിറച്ച് കഴിച്ചാലും ഇഷ്ട വിഭവം ഒരു ഇച്ചിരി എടുക്കാൻ തീരും. പക്ഷെ മറ്റ് ജീവികൾ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉണ്ടാവുന്ന അനിശ്ചിതത്വം ഞാൻ ഈ പറഞ്ഞ pH-ന്റെ വേരിയേഷൻ, അതോടൊപ്പം വെള്ളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന അമോണിയയുടെ കൂടുതൽ സാന്നിധ്യം, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കരിമീന് ഒരു രോഗസാധ്യത വളരെ വളരെ അപൂർവമാണ്. തീറ്റയുടെ അളവ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അസുഖവും കരിമീന് അഥവാ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നുപോയി, അങ്ങനെ നമ്മളെ പ്രേക്ഷകർ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ വന്നുപോയാൽ നമുക്ക് പകരം തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് സാധാരണ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആന്റി ബാക്ടീരിയൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് സാധാരണ ഒരു ഇത്ര ലിറ്റർ വെള്ളത്തിൽ ഇത്രയൊന്നും കണക്കുണ്ട്. അത് നമ്മൾ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. അത് കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ചെറിയ വീഡിയോക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തുതരാം, ഒരു ടെൻഷനും വേണ്ട. ഈ ചെറിയ കുളങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുന്നവരെ ചില സംശയങ്ങൾ പറയാറുണ്ട്. രാവിലെ ആകുമ്പോഴും മത്സ്യം ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊന്തി വന്ന് നിൽക്കുന്നു, അതൊക്കെ എന്തുകൊണ്ടായിരുന്നു? നമ്മളിപ്പോ ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ കുറയുന്ന സമയത്താണ് മത്സ്യങ്ങൾ മുകളിലേക്ക്. അപ്പൊ ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ കുറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കരിമീനുമായി ബന്ധപ്പെട്ട് യാതൊരു കാരണവശാലും വെള്ളത്തിന് മുകളിൽ വന്ന് ഓക്സിജൻ എടുക്കുന്ന ഒരു ഫിഷേ അല്ല കരിമീൻ. അപ്പൊ വെള്ളത്തിന് മുകളിൽ അത് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എയറേറ്ററുകൾ ഉപയോഗിക്കാം. എയറേറ്ററുകളാണ് പ്രധാനമായിട്ട്. ഫിൽട്രേഷന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം തീറ്റയുടെ അളവ് നിയന്ത്രിച്ചാണ് വളർത്തുന്നതെങ്കിൽ വെള്ളം ഫിൽട്ടർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. തീറ്റയുടെ അളവ് അമിതമാകുന്ന സ്ഥലത്താണ് വെള്ളം ഫിൽട്ടർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. അപ്പൊ അത് മാത്രമല്ല, ഈ ചെറിയ സംവിധാനങ്ങൾ വളർത്തുന്നവർക്ക് പലപ്പോഴും വെള്ളത്തിന്റെ ലഭ്യതയും കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തീറ്റ ക്രമീകരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാം. പിന്നെ എയറേറ്റർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എയറേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ പൈസയേ ഉള്ളൂ. അത് നമ്മുടെ കറണ്ടിൽ കുത്തിയിട്ട് കൊടുക്കുന്ന ഒരു വലിയ കറണ്ട് വന്ന് വലിക്കുന്ന ഒരു മെഷീൻ അല്ല എയറേറ്റർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എയറേറ്റർ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന സാഹചര്യം മരണപ്പെട്ടു പോകുന്ന ഒരിക്കൽ പോലും ഉണ്ടാവത്തില്ല. ഈ തീറ്റ എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം, എന്തൊക്കെ ചെലവും എങ്ങനെ കുറച്ച്? അതിൽ നമ്മൾ കാണുന്നത് ഈ തീറ്റയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകന് ഏറ്റവും വലിയ ചെലവ്. അതെ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും തീറ്റ കൊടുക്കുക എന്നതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ 2 ദിവസം തീറ്റ കൊടുത്തിട്ട് 1 ദിവസം നിങ്ങൾ തീറ്റ ഒഴിവാക്കുക, ഒരു ഡ്രൈ ഡേ നമ്മൾ ഒരു ദിവസം. അപ്പൊ ആ സമയത്ത് ഇതിനകത്തുള്ള പ്ലവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തോളും, എന്തെങ്കിലുമൊക്കെ അഴുക്കും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുത്തി കഴിക്കും. ഒരു ക്ലീനിങ് ആര് നടത്തും? മാത്രമല്ല ഈ ആൽഗയൊക്കെ അതെ അതൊക്കെ കഴിക്കും. അപ്പം ഇത് ഒരു ക്ലീനിങ് ആര് തന്നെ സ്വാഭാവികമായിട്ട് മത്സ്യത്തിന് നടത്തും. അപ്പം രണ്ടിൽ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മിനിമം തീറ്റ കൊടുക്കാതിരിക്കാം. അത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, മത്സ്യത്തിന്റെ വളർച്ചയൊന്നും ബാധിക്കുന്നില്ല. പിന്നെ ആളുകൾ പറയാറുണ്ട് അങ്ങനെ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഹൈ ഡെൻസിറ്റിയിൽ വളർത്തുന്നവരാണ്. ഇത് ഹൈ ഡെൻസിറ്റിയിൽ വളർത്തുന്നവർക്ക് മണിക്കൂറുകൾ ഇടവിട്ട് തീറ്റ കൊടുത്തേ പറ്റൂ, കാരണം അതിന് ക്ലീനിങ് സെക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേക്കല്ല ഞാൻ പറയുന്നത്. ചെറിയ സംവിധാനങ്ങൾ വളർത്തുന്നവർ 3 ദിവസം കഴിഞ്ഞ് 1 ദിവസം ഒഴിവാക്കാം, വീണ്ടും ഒരു 3 ദിവസം കഴിഞ്ഞ് ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ക്ലീനിങ് നടക്കും ഒന്നത്. പിന്നെ മറ്റു തീറ്റയുടെ ചെലവ് കുറക്കുമ്പോൾ സാധാരണ ബോഡി വെയിറ്റിന്റെ 3 to 4% ആണ് ഫുഡ് കൺസംഷൻ റേഷ്യോ. ഒരു മത്സ്യം 100 കിലോ മത്സ്യം കിടക്കുന്ന ഒരു പോണ്ടിൽ നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറയാൻ 3 കിലോ മുതൽ 4 കിലോ തീറ്റ വരെയാണ് ഒരു നേരമാണ്. എന്ന് പറഞ്ഞാൽ 2 നേരം കൊടുക്കുമ്പോൾ 8 കിലോഗ്രാം തീറ്റ കൊടുക്കണം. നിലവിലെ തീറ്റയുടെ വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 80 രൂപ ആവറേജ് കൂട്ടുകയാണെങ്കിൽ 640 രൂപയുടെ തീറ്റ ഒരു ദിവസവും. 100 കിലോ മത്സ്യത്തിന് ഒരു ദിവസം 640 രൂപയുടെ തീറ്റയാവും. അങ്ങനെ നമ്മൾ അതൊരു മാസത്തേക്കും ഒരു 6 മാസത്തേക്കും ഒക്കെ കണക്കൂട്ടി പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പിടിച്ച തീറ്റയുടെ കാശ് അതാണ് ഒരുപാട് അതിൽ ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു കാര്യം, നമുക്ക് തന്നെ തീറ്റ ഉണ്ടാക്കാം. വളരെ പരിമിതമായ പൈസ ചെലവാക്കി വളരെ, അതായത് ഇതിനോട് ഇൻട്രസ്റ്റ് വേണം. തീറ്റ ചെയ്ത് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ 10 രൂപയിൽ താഴെ 1 കിലോ തീറ്റയ്ക്ക് ചെലവാകുന്ന തരത്തിൽ ഉറപ്പായിട്ട് നമുക്ക് തീറ്റ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന്റെ നോഹു നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കർഷകൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ സംവിധാനങ്ങളിലാണെങ്കിൽ ആ പോണ്ട് ക്ലീനിങ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ഏക്കർ സ്ഥലം എനിക്ക് കൃഷിക്കുണ്ട്, ഞാൻ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ തന്നെയായിരിക്കും സ്റ്റോക്ക് ചെയ്യുന്നത് നല്ലത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് മറ്റേ കള മത്സ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ മതി, ചെറിയ കുഞ്ഞുങ്ങൾ മതി. എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് പ്ലസ് കുഞ്ഞുങ്ങൾ മതി. അതിന്റെ കാരണം അതിന് വിലക്കുറവായിരിക്കും. അപ്പൊ നമ്മളിപ്പോ 1 ഇഞ്ച് കുഞ്ഞുങ്ങളുടെ ഇരട്ടി വിലയായിരിക്കും 2 ഇഞ്ച് കുഞ്ഞുങ്ങൾ, അതിന്റെയും 4 മടങ്ങ് വിലയായിരിക്കും 4 ഇഞ്ച് കുഞ്ഞുങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ചെലവ് കുറച്ച് തുടങ്ങുന്നത് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന സ്ഥലത്താണ്. അപ്പം ക്ലീനിങ് ആണ്, ഫുള്ളി ക്ലീനിങ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ 1 ഇഞ്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ മതി. അത് ഒരു നോമിനൽ ആയിട്ടുള്ള പ്രൈസിന് കിട്ടും. ഇനി നമ്മളൊരു പടുതാക്കുളമാണ് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടാങ്ക് ആണ്, അത് ചെറിയ സംവിധാനം, 100 കുഞ്ഞുങ്ങളെ മതി. അവിടെ നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളെ ഓപ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സമയം കൂടുതൽ കിട്ടും. 1 ഇഞ്ച് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് 9 മാസം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ 6 മാസം മതി. അപ്പോൾ നിങ്ങൾക്ക് ടൈം കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു മാർഗം സ്വീകരിക്കും. കരിമീൻ കുഞ്ഞുങ്ങളെ ഏറ്റവും ടോപ്പ് കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ. 3 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് ഇത്. അതായത് 7.5 സെന്റിമീറ്റർ വലിപ്പമുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക്. ഇത് സാധാരണ കേജ് കൃഷിക്കാർ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളാണ് 2 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണിത്. ഇതും അതേപോലെ തന്നെ കേജ് കൃഷിക്കാരാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. 18 മില്ലിയുടെ വലയ്ക്കകത്ത് ഇത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് കേജ് കൃഷിക്കാർ വളർത്തുന്നത്. ഇത് 1.5 ഇഞ്ച് കുഞ്ഞുങ്ങളാണ്, 4 സെന്റിമീറ്റർ. 1.5 ഇഞ്ച് 3.25 സെന്റിമീറ്റർ ആണ് മതി. ഇത് 4 സെന്റിമീറ്റർ ഉണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പാകത്തിന് എത്ര പ്രായമാകും? അതായത് കരിമീനെ സംബന്ധിച്ചോളം ചില ആളുകൾ പറയാറുണ്ട് 5 മാസം കൊണ്ട് 1/2 കിലോഗ്രാം, 6 മാസം കൊണ്ട് 600 ഗ്രാം എന്നൊക്കെ പറയുന്നത് മത്സ്യത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും. 5-6 മാസം കൊണ്ട് കരിമീൻ 1/2 കിലോയും 3/4 കിലോയും 1 കിലോ ഒന്നും ആവില്ല. ഒരു 6 മാസം കൊണ്ട് കരിമീൻ പരമാവധി ആകാൻ സാധ്യതയുള്ള ഒരു 150 ഗ്രാമാണ്. 6 മാസം. അത് 8 മാസമായാൽ ഈ 150 ഒരു 200 ഗ്രാം ആവറേജിലേക്ക് വരും. ചിലപ്പോൾ അതിനകത്ത് 300 ഗ്രാമുള്ള കരിമീൻ ഉണ്ടാവാം. അത് പക്ഷേ 1% ആയിരിക്കും. അപ്പൊ ഈ വളർച്ച എന്ന് പറയാൻ മിനിമം 8 മാസം എടുക്കും. ഒരു 5 കൗണ്ട് 6 കൗണ്ട് 5 മീൻ 6 മീൻ 1 കിലോ തൂങ്ങുന്ന സൈസ്. അപ്പൊ വേറെ കാര്യമുണ്ട്, മറ്റു മത്സ്യങ്ങളെ വിഷയത്തിന്റെ വില ഭയങ്കരമാണ്. മറ്റൊരു സിലോപ്പിയ നിങ്ങൾ കൊടുത്തു 6 മാസം കൊണ്ട് 1/2 കിലോ എന്ന് പറഞ്ഞു. പക്ഷേ 6 മാസം കൊണ്ട് 1/2 കിലോ ആകുമ്പോൾ സിലോപ്പിയ കിട്ടുന്നത് 100 രൂപയാണ്, അല്ലെ 150 രൂപ. കരിമീന് 550 രൂപ മുതൽ 750 രൂപയ്ക്ക്. കരിമീനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. കരിമീനെ ബ്രീഡ് ചെയ്യാൻ അതൊരു വലിയൊരു ആഗ്രഹമാണ്. കാരണം ഉമ്മ കുഞ്ഞ് എന്നുള്ളത് ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ്. ഭയങ്കര പേരന്റൽ കെയർ ആണ്. ഇനി എത്ര കരുത്തനായ ശത്രുവാണ് വരുന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരുന്നെങ്കിൽ അത് ആക്രമിച്ചിരിക്കും തള്ള മത്സ്യം. സ്വന്തം മരിച്ചിട്ടാണെങ്കിൽ പോലും അത് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അത്ര ഒരു പേരന്റൽ കെയർ ഉള്ള ഒരു മനുഷ്യനെ പോലെ. അതെ, ഭയങ്കര പേരന്റൽ കെയർ ആണ്. അത് മാത്രമല്ല ഇതിന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഇതൊരു ഏകപത്നീവൃത ഫിഷ് ആണെന്നുള്ള ഒരു കണ്ടന്റുകളുണ്ട്. എന്നാൽ എന്റെ ഒരു ജീവിതാനുഭവം വെച്ചിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഏകപത്നീവൃതമല്ല. നിങ്ങൾക്ക് ഒരു 4 മീറ്റർ നീളവും ഒരു 3 മീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലം, 12 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 2 ജോഡി മത്സ്യത്തെ നിങ്ങൾക്ക് പക്ഷെ അതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കിട്ടുന്ന മത്സ്യം പക്ക ജോഡിയായിരിക്കും. എന്ന് പറഞ്ഞാൽ കരിമീൻ ജോഡിയായി നിൽക്കുന്ന കരിമീനെ പിടിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഉറപ്പായി ഞാൻ പറയുന്നു, കരിമീനെ നിങ്ങൾക്ക് ടാങ്കിലും പടുതക്കുളങ്ങളിലും 100% വിരിയിക്കാൻ പറ്റും. അപ്പൊ സാറേ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രീഡിംഗ് പെയർ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിത് പറഞ്ഞിട്ട് തന്നെയാണ് അവരോട് കൊടുക്കാറുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ വലുതായ മത്സ്യങ്ങളുണ്ട്, കരിമീൻ ഉണ്ട്. അപ്പൊ അതിൽ ഒരു 6-7 മാസമാകുമ്പോൾ കരിമീൻ മെച്ചറാകും. അത് നമുക്ക് മനസ്സിലാവും മെച്ചറാകുന്ന മത്സ്യത്തിന്. അതിന്റെ നിലവിലുണ്ടായിരുന്ന കളറൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഗ്ലാമർ ആകും. അപ്പൊ കരിമീനിന്റെ പുള്ളിയൊക്കെ ഒന്ന് തെളിയും. നേരത്തെ ഉണ്ടായിരുന്ന പുള്ളികളൊക്കെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് തെളിയും. അപ്പൊ അത് ഇണയാകർഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് നമുക്ക് അറിയാൻ പറ്റും വളരെ എളുപ്പം. ഇതിന്റെ കഴുത്തിന്റെ താഴ്ഭാഗത്തേക്ക് കറുപ്പിന്റെ കളർ വ്യാപിക്കുക, ഇതിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് ഒരു വരയും കുറിയും പോലൊക്കെ പ്രത്യക്ഷപ്പെടുക, 2 സൈഡിലും നിറയെ പുള്ളികൾ, മനോഹരമായ പുള്ളികൾ ഇങ്ങനെ കൂടുതൽ തെളിമയോടെ പ്രത്യക്ഷപ്പെടുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് പ്രജനന സമയമായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് നമ്മൾ കൊടുക്കും. 1000 മത്സ്യം കിടക്കുന്ന ബാഗിൽ നിന്നും അത്ര മത്സ്യങ്ങളെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് കൊടുക്കുമ്പോഴും ഇതിന്റെ തന്നെ ജോഡിയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. നമുക്ക് ആണും പെണ്ണുമാണെന്ന് പറയാൻ പറ്റും. അതല്ലാതെ ഇവര് തന്നെ ഇഷ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആണും പെണ്ണും എങ്ങനെ തിരിച്ചറിയാം? അത് നമ്മളൊരു പറഞ്ഞ്
ഫലിപ്പിക്കുക അസാധ്യമാണ്. അപ്പൊ നമുക്ക് അതിനെ മീൻ പിടിച്ചാൽ പോലും ആണിനെയും പെണ്ണിനെയും വളരെ ദുർഘടമായ ഒരു കാര്യമാണ്. പിന്നെ അത്തരം സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, റിവീൽ ചെയ്യാറില്ല, പറയാറുമില്ല. ഇത് ആണാണ് ഇത് പെണ്ണാണ് എന്ന് പറയാറുമില്ല. നമുക്കറിയാം ആണ് ഇതിനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. പെണ്ണിന് അതിന്റെ ചില ശരീരഘടനയിൽ ചില വ്യത്യാസങ്ങള്, ആണും പെണ്ണിനും നമ്മൾ പേരാക്കി എടുത്ത് അതില് മാറ്റം ഉറപ്പായിട്ടും മനുഷ്യനല്ലേ, നമ്മളിപ്പോ മാനുവലി ചെയ്യല്ലേ, ഒരു മെഷീനാണ് ചെയ്തെങ്കിൽ പോലും എറർ സംഭവിക്കുന്നുണ്ട്. അത്ര സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ നന്നായി നമ്മൾ ആ വിഷയത്തിൽ ഇവർക്ക് ഇണയോട് നല്ല സ്നേഹമാണ്, ഭയങ്കര കെയറാണ്. എങ്ങനെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാല് മുട്ട പിന്നെ തള്ള കൊണ്ടുവന്ന് വെക്കുന്നു, ആൺമത്സ്യം വന്നിട്ട് അതിലേക്ക് സ്പേം ഇഞ്ചക്ട് ചെയ്യാണ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ടാങ്കുകളിൽ ഇപ്പൊ നമ്മൾ വിരിയിക്കാൻ തീരുമാനിച്ചാൽ അതിനടുത്തേക്ക് പോകാൻ പാടില്ല. അതായത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു മുട്ട കൊണ്ടുവന്ന് ഇത് നിക്ഷേപിച്ചു, ഒരു തടി കഷ്ണത്തിലോ അതല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനത്തിലായിരിക്കും മുട്ട ഒട്ടിക്കുന്നത്. അതെ, ഒട്ടിക്കുന്നത് കൊതുമ്പോ അല്ലെങ്കിൽ ചെരുപ്പ് അതേപോലെ സാധനങ്ങൾ എന്തിനും പറ്റും, കുപ്പിക്കകത്തൊക്കെ പറ്റും. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിയുമ്പോൾ ആൺമത്സ്യബന്ധനം എന്ത് ചെയ്യണം, ഇതിനകത്ത് സ്പേം ഇഞ്ചക്ട് ചെയ്യുന്ന പണിയുണ്ട്. അപ്പൊ ഇത് മുട്ട വെക്കുന്നു, അടുത്തത് ആൺമത്സ്യം കയറി വരുന്നു, വീണ്ടും പെണ്ണ് മുട്ട വെക്കുന്നു, ആൺമത്സ്യം കയറി വരുന്നു. ഇങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഒരു സാന്നിധ്യം കൊണ്ട് ആൺമത്സ്യം മാറി നിൽക്കുന്നു എന്ന് കരുതുക, അപ്പൊ ഈ മുട്ട അഴുകിപ്പോകും. ഇതിൽ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. അങ്ങനെയുണ്ട്. അതുകൊണ്ട് മുട്ട വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, ഒരു തടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൊതുമ്പ് അവിടെ ഒന്ന് ഊതി തെളിച്ചൊക്കെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകരുത്, അത് അവർ ചെയ്തോളും. അവര് മുട്ടയിട്ട് വിരിയിച്ച് എത്ര മുട്ട വരെയൊക്കെ, അതായത് നമ്മൾ മത്സ്യത്തിന്റെ വലിപ്പം മുട്ടയ്ക്ക് ഒരു ഘടകമാണ്. എങ്കിൽ പോലും ഒരു 700 മുട്ട മുതൽ 3500-4000 മുട്ടകൾ വരെ കരിമീൻ വെക്കാറ്. പക്ക ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ 3000 കുഞ്ഞുങ്ങളെയൊക്കെ പക്ക കിട്ടും. പിന്നെ കരിമീൻ കൃഷി നഷ്ടമൊന്നും ഒരിക്കലും കരിമീൻ വിത്തുൽപാദനം ഒന്നും ഒരിക്കലും. ഞങ്ങൾക്ക് ഇത്രയും സമ്പന്നരെയും അല്ലെങ്കിൽ ഇത്രയും ആർജിച്ചതൊക്കെ എന്റെ കാര്യം വിത്തുൽപാദനമാണ്. പ്രേക്ഷകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളെല്ലാവരും ചെയ്യുന്നത് പിന്നെ അവരവർ വിജയിച്ചതിന്റെ നോഹവ് പലപ്പോഴും ഷെയർ ചെയ്യാൻ മടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൂടുതൽ സമ്പന്ന. അപ്പൊ ഈ നമ്മളെ എന്താ വലിയ ബിസിനസ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പറയാൻ ടെക്നിക്കൽ നോഹ അവരവരാണ്, അങ്ങനൊന്നും അല്ല. നമുക്കിത് റിവീൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുള്ളവർ ഈ ഫീൽഡിലേക്ക് വരട്ടെ. പലപ്പോഴും നമ്മൾ ആശങ്ക എന്ന് പറഞ്ഞാൽ എന്റെ ഫീൽഡിലേക്ക് വേറൊരാൾ വന്നാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറന്തള്ളപ്പെടില്ല എന്നുള്ളത്. അങ്ങനൊന്നും പുറന്തള്ളപ്പെടില്ല. കൂട്ടായ്മകളൊക്കെ രൂപപ്പെടുത്തി. ഇനി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മറ്റ് കർഷകർ നമ്മളെ കണ്ടിട്ട് നമ്മളോട് വന്ന് ഇതിന്റെ സഹായങ്ങൾ ചോദിക്കുന്ന കേസുണ്ടോ? പിന്നെ ഒരുപാട് പേര് അത് സാർ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് നമ്മുടേതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10-11 കൊല്ലത്തോളമായിട്ട് ബ്രീഡിങ് നടക്കുന്നുണ്ട്. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാപകമായ ബ്രീഡിംഗ് ആയിരുന്നില്ല, തികച്ചും യാദൃച്ഛികമായി ചെമ്മീൻ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്തേക്ക് കുറച്ച് കരിമീൻ ഇടുന്നു. അങ്ങനെ കരിമീൻ വിരിയുന്നു, കുഞ്ഞുങ്ങളാകുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ ചെമ്മീൻ്റെ കൂട്ടത്തിൽ ഈ കരിമീനെ കോരി എന്ത് ചെയ്യാണ്, എടുക്കുന്നു, ചത്തുപോവുകയാണ്. ആളുകൾക്ക് ചില്ലറ വിലക്കൊക്കെ കൊടുക്കുകയാണ്. അത് യാദൃച്ഛികമായി ഒരാൾ പറഞ്ഞു, അതിന്റെ പോലെ ഞങ്ങൾക്ക് 200 കരിമീൻ്റെ കുഞ്ഞുങ്ങളെ വേണം എന്ന് പറയുന്നു. അങ്ങനെ അയാൾക്ക് കരിമീൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. തുടർന്ന് സർക്കാരിന്റെ ഏജൻസികളുമായി സംസാരിക്കുമ്പോൾ കരിമീൻ വിത്ത് എന്ന് പറയുന്നത് അപൂർവമാണ്, കിട്ടാനേ ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ബ്രീഡിങ്ങിലേക്ക് മാറി. ബ്രീഡിങ്ങിലേക്ക് മാറിയതിന് ശേഷമാണ് നമ്മുടെ മുഖച്ഛായ മാറിയത്. നമ്മുടെ ഈ ജീവിത വിജയത്തിന്റെ പിറകിൽ കരിമീൻ ബ്രീഡിങ് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഒരുപാട് പേർ ബ്രീഡിങ്ങിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ അളവും ഈ ഉൽപാദനവും കൂടത്തില്ലേ, ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് എവിടെയും ഇത് ബ്രീഡ് ചെയ്യാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനാവശ്യമായ എല്ലാ വിവരങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരാം. ടീച്ചറെ, നമുക്ക് ദിവസം വരുന്ന കരിമീന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു ദിവസം 1 ടൺ കരിമീൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. ആഴ്ചയിൽ 1 ടൺ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു ദിവസം മിനിമം 200 കിലോയെങ്കിലും ചേട്ടാ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് അതിഭയങ്കരമായ ആവശ്യക്കാരുണ്ട്. പക്ഷെ എന്തോ അറിയില്ല, ഈ ഫീൽഡിലേക്കാണ് വരുന്നില്ല. സാറേ, ഈ കരിമീന്റെ കുളത്തിലെ നട്ടർ പോലുള്ള മറ്റേതെങ്കിലും മത്സ്യത്തെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതേ ഒരുപാട് പേര് ഇങ്ങനെ പല മത്സ്യങ്ങൾ മൾട്ടി ക്രോപ്പിങ്ങിനെ കുറിച്ച് ആളുകൾ എപ്പോഴും ചോദിക്കാണ്. കരിമീന്റെ കൂടെ നമുക്ക് വളർത്താവുന്ന മത്സ്യം പ്രധാനമായിട്ടും തിലാപ്പിയ വളർത്താവുന്നതാണ്. പിന്നെ നട്ടർ അതേപോലുള്ള മത്സ്യങ്ങൾ, വരാല്, നട്ടർ പോലുള്ള മത്സ്യങ്ങൾ കരിമീന്റെ കൂടെ വളർത്താറില്ല. നട്ടറൊക്കെ അക്രമിയായ നിറയെ പല്ലാണ്. റെഡ് ബില്ലി എന്ന് പറഞ്ഞ ഫിഷാണ്. നമ്മൾ കൈ അങ്ങോട്ട് അകത്തോട്ട് കൊടുത്താൽ ഇത് കട്ടായി പോകും, കൈ കട്ടായി പോകും. താഴെ ഒരു നിരപ്പ് പല്ല്, അതിന്റെ മുകളിൽ കൂർത്ത പല്ലുകളാണ്, ഇത് കട്ടായി പോകും. അപ്പൊ നട്ടറിന്റെ കൂടെ വളർത്താൻ പറ്റില്ല, തിലാപ്പിയ ഇതിന്റെ കൂടെ വളർത്താൻ പറ്റും. പ്രധാനമായിട്ടും മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് തിലാപ്പിയാണ് ഇതിന്റെ കൂടെ. കരിമീനും തിലാപ്പിയായും രണ്ടുപേരും ജോയിന്റ് ആയിട്ട് വളരുന്ന ഫിഷ്. പൈപ്പ് ലൈൻ മാത്രം ഉള്ളവർക്ക് ഈ ക്ലോറിനേറ്റഡ് വെള്ളം
മാത്രം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ കരിമീനെ വളർത്താൻ പറ്റും. ഈ സാധാരണ ക്ലോറിനേറ്റഡ് വാട്ടറിൽ കൃഷി ചെയ്യുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം സ്റ്റോക്ക് ചെയ്യുക, ലൈറ്റ് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് 1-2 ദിവസം ഈ വെള്ളം എന്ത് ചെയ്യുക, പിടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഈ ക്ലോറിന്റെ കുറെ കണ്ടന്റുകൾ ഡിസ്പോസ് ആയി പോകും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കൃഷിയിലേക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷിയിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം അല്ല ഒരു എമർജൻസി ആയിട്ട് വെള്ളം കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഒരു ടാങ്ക് അഡീഷണൽ വേണ്ടി വരും. 50 കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരാൻ അസാധ്യമാണ്. ഇത് എങ്ങനെ എത്തിക്കാൻ പറ്റും? ശരിയാണ്. വീഡിയോസ് ഒരുപാട് പേര് ലോകത്തെല്ലായിടത്തും വീഡിയോസ് കാണുന്നവരുണ്ട്. അവർ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളം മുഴുവൻ അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നതല്ല. ഇതിപ്പോൾ പെറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടികൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈവേയിലായിരിക്കും എത്തിക്കുക. അതിപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തൊരു ഹൈവേ എവിടെയാണോ അവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് കൊല്ലത്താണ് കിട്ടേണ്ടത്, നിങ്ങൾക്ക് ചാത്തന്നൂർ താമസിക്കുന്നു, ചാത്തന്നൂർ നാഷണൽ ഹൈവേ ആണ്, അവിടെ സാധനം തരും. അപ്പോൾ അതിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോമിനൽ ചാർജ് നമ്മൾ ഈടാക്കും. പക്ഷെ അവർ ഒരു ബോക്സിന് 500 രൂപ ഈടാക്കും. അതിന് 50 കുഞ്ഞുങ്ങളെ ഉള്ളെങ്കിലും 1000 കുഞ്ഞുങ്ങൾ പോകുന്ന ബോക്സാണ്. 1000 കുഞ്ഞുങ്ങൾ പോകുന്ന ബോക്സിൽ 50 എണ്ണമാണ് പാക്ക് ചെയ്ത് അയക്കുന്നെങ്കിൽ അവർ 500 രൂപ ഈടാക്കും. അവർ ഈടാക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ 50 ഒക്കെ ഇടുന്നവരോട് പറയും, ചേട്ടാ ഇന്ന പോലെ നിങ്ങൾ 50 ഇടുമ്പോഴത്തേക്ക് 500 രൂപ അതിന് തന്നെ കൊടുക്കേണ്ടി വരും. 2-3 പേർക്ക് ചേർന്ന് വേണേ. അതാണ് കൂടുതൽ സൗകര്യപ്രദമായത്. ഈ പുതുതായിട്ട് കരിമീൻ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സബ്സിഡി, സാറിന് അങ്ങനെ എന്തെങ്കിലും? സബ്സിഡികൾ കൃഷിക്ക് പൊതുവിൽ സബ്സിഡി പല കൃഷികൾക്കും ഉണ്ട്, മത്സ്യകൃഷിക്കും ഉണ്ട്. അതിൽ കരിമീൻ കൃഷിക്കാണ് പ്രധാനമായിട്ടും ഉള്ളത്. മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് കരിമീൻ കൃഷിക്കാണ് ഉള്ളത്. പക്ഷെ അതിലും ഈ ചെറിയ നമ്മൾ ടാങ്കുകളിലും പടുതക്കുളങ്ങളിലും ഒന്നും ഈ പറയുന്ന പോലുള്ള സബ്സിഡി. നേരത്തെ അടുക്കളക്കുളം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ പറയേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനകീയ മത്സ്യകൃഷിയുടെ ഫണ്ട് തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈ വർഷം ഗവൺമെന്റ് ജനകീയ മത്സ്യകൃഷി തന്നെ ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിലാണ്. ഒരുപാട് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് ഇതുവഴി. എന്നാലും വലിയ കർഷകർക്ക് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ 10 സെന്റിൽ കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് അധികം കൃഷി ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എല്ലാ ജില്ലകളിലും ഫിഷറീസ് DD-മാരുടെ ഓഫീസുകളുണ്ട്. നിങ്ങൾ നേരെ DD-യെ തന്നെ കാണുക. അവിടെ ഒരു ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ അല്ല കാണുക. നിങ്ങളെ കാണാനാണ് DD ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, അറിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അത്തരത്തിൽ തരാനുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിഷറീസ് DD-യെ നേരിട്ട് കാണുക. സാർ ഞാൻ ഇന്ന പോലെ എനിക്ക് കൃഷിയോട് താല്പര്യമുണ്ട്, സാർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ DD-യെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഉറപ്പായും അദ്ദേഹം നിങ്ങളെ സഹായിക്കും. സബ്സിഡിയുള്ള ലോണുകളുണ്ട് തീർച്ചയായിട്ടും. കേരളത്തിലെ യുവാക്കളോട് ഈ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് സാറിന് എന്ത് കൊടുക്കാം? സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു തൊഴിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. നമ്മുടെ യൂത്തിന്റെ, നമ്മുടെ കഴിവുള്ള മസ്തിഷ്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോകുന്നത് അവർക്ക് മാന്യമായ ഒരു ഇൻകം നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട് ഉപേക്ഷിച്ച് പോകുന്നത്. ഈ നദികളിലെ ജലാശയത്തെ അതല്ലെങ്കിൽ ഈ നദികളിലെ ജലസമ്പത്തിനെ വളരെ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ഉറപ്പായും ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും തൊഴിൽ കൊടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. എനിക്ക് നിങ്ങളോട് യൂത്തിനോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ, നിങ്ങൾ ധൈര്യമായി മുമ്പോട്ട് വരിക മത്സ്യകൃഷി മേഖലയിലേക്ക്. അത് വളർത്തി വലുതാക്കുന്നതിനും നിങ്ങളുടെ മുഴുവൻ പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിനും ഉറപ്പായും നമ്മുടെ മുമ്പിൽ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് നിങ്ങൾക്കായിട്ട് ഏത് സമയത്തും റിവീൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ, വളരെ സന്തോഷം സാർ. സാറിനെ പോലെയുള്ള ആളുകൾ തന്നെ നമുക്ക് അഭിമാനമാണ്. തീർച്ചയായും.